എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ രേവതിയുടെ സച്ചിയുടെ നാളത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ. അപ്പൊ ഇന്നത്തെ വിശേഷമൊക്കെ എല്ലാവരും ചാനലിനകത്ത് കയറി കണ്ടു കാണുന്ന ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ അതിന്റെ ബാക്കി വിശേഷമായിട്ടാണ് ഞാൻ പറയാൻ പോണേ. അപ്പൊ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ഒരു 1:30-2 മണിക്കുള്ളിൽ തന്നെ രേവതിയുടെ സച്ചിയുടെ പിറ്റേ ദിവസത്തെ വിശേഷം ഞാൻ ചാനലിനകത്ത് ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇന്ന് നമ്മൾ ഇന്ന് അവസാനം കണ്ടത് രേവതി അങ്ങനെ ചടങ്ങ് നടത്താനുള്ള കുടവൊക്കെ ആയിട്ട് ഹാളിലേക്ക് വരുവാണ്. അപ്പൊ ഒരു കുടത്തിനകത്ത് മഞ്ഞപ്പൊടി ഇട്ടിട്ട് അതിനകത്ത് വെള്ളം നിറച്ച് മോതിരം ഇടണം, കല്യാണ മോതിരം അതിനകത്ത് ഊരിയിടണം. പിന്നീട് പുതുതായിട്ട് കല്യാണം കഴിഞ്ഞ ഭാര്യയും ഭർത്താവും തമ്മിൽ അതിനുള്ളിൽ കൈയിട്ട് ആ മോതിരം എടുക്കണം. അപ്പൊ അതാണ് ചടങ്ങ്. അപ്പൊ കലാവതി മുത്തശ്ശി ഇങ്ങനെ ആഗ്രഹം പറഞ്ഞു കഴിഞ്ഞപ്പം ചന്ദ്രമതിക്കും ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ആ കുട വയ്ക്കായിട്ട് രേവതി അങ്ങോട്ട് വരുന്നത്. അങ്ങനെ ഹാളിൽ കൊണ്ടുവന്ന് കുടം വെച്ചു. പിന്നീട് പോയി പപ്പടം പൊള്ളിച്ചതും കൂടെ എടുത്തുകൊണ്ട് വരികയാണ്. പപ്പടം പൊള്ളിച്ചത് തലയിൽ ഉടയ്ക്കുന്ന ഒരു ചടങ്ങ്. അതിപ്പോ കലാവതി മുത്തശ്ശിയുടെ നാട്ടിൽ അങ്ങനത്തെ ചടങ്ങുണ്ട്, കല്യാണം കഴിഞ്ഞ ആദ്യ ദിവസം തന്നെ. അപ്പൊ ആ ഒരു ചടങ്ങ് നടത്തണമെന്ന് മുത്തശ്ശിക്ക് ആഗ്രഹമുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. ഈ സമയം സച്ചിയുടെ വരവ് അങ്ങോട്ട്. സച്ചി വന്ന് നോക്കുമ്പോൾ ഹാളിലൊരു കുടം ഇരിക്കുന്നു. കുടമൊക്കെ അലങ്കരിച്ച് വെച്ചിട്ടുണ്ട്. ആഹാ, ഇതെന്താ ഹാളിലൊരു കുടവും വെച്ച് എല്ലാരും ചുറ്റിനും നിൽക്കുന്നു. ഒന്നും മനസ്സിലായില്ല സച്ചിക്ക്. ഇതെന്താ അച്ഛമ്മേ ഹാളിൽ കുടമൊക്കെ വെച്ചിട്ട് എല്ലാരും ചുറ്റും നിൽക്കുന്നത്, ഇതെന്താന്ന് ചോദിക്കാണ്. മുത്തശ്ശൻ, എടാ ഇതൊന്നും ചടങ്ങോ? എന്ത് ചടങ്ങ്? എടാ അതിനകത്ത് വിവാഹമോതിരം ഊരിയിടും. ഭാര്യയും ഭർത്താവും തമ്മിൽ കൈയിട്ടിട്ട് അത് ആർക്ക് കിട്ടുന്നോ അവർ ജയിക്കും. അങ്ങനെ ചില ചടങ്ങുകളൊക്കെ ഉണ്ടെന്ന് പറയാം. കൊള്ളാം, സൂപ്പർ ചടങ്ങാണല്ലോ എന്ന് പറയാണ്. സച്ചി ചിരിക്കുകയാണ്. ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ ചന്ദ്രമതിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. സച്ചി ആ സമയത്ത് അങ്ങോട്ട് വന്നതുപോലും ഇഷ്ടപ്പെട്ടില്ല. പിന്നീട് ചന്ദ്രമതി പറഞ്ഞു, അതെ ഞാൻ മോതിരം ഒരു കുടത്തിനകത്തേക്ക് ഇടാൻ പോവാന്ന് പറയാണ്. രണ്ടുപേരുടെ കൂടെ തയ്യാറായിട്ട് നിൽക്കാൻ പറയാം, ശ്രുതിയോടും കൂടെ. ഇത് കണ്ടപ്പോൾ സച്ചി ശ്രുതിയോട് പറഞ്ഞു, അതെ സൂക്ഷിച്ചോട്ടോ മോതിരം ഇടുന്നേ, അത് സ്വർണ്ണ മോതിരം. അവന്റെ കൈ കിട്ടി അവൻ അത് കൊടുത്തോണ്ട് ഒറ്റ മുങ്ങും, പിന്നെ പൊങ്ങത്തില്ല എന്ന് പറയാ. ഈ സമയം രവീന്ദ്രൻ പറഞ്ഞു, ഒന്നും മിണ്ടാതിരിക്കേണ്ട സച്ചി, നീ എന്താ പറയണേ? ഞാനുള്ള കാര്യമല്ലേ അച്ഛാ പറഞ്ഞേന്ന് ചോദിക്കുക. രേവതിക്ക് ഇത് കേട്ടപ്പോൾ ചിരിയും കൂടെ വന്നു. പിന്നീട് രണ്ടുപേരും കൂടെ കുളത്തിനകത്തേക്ക് കൈയിടുവാണ്. കൈയിട്ട് മോതിരത്തിന് വേണ്ടിയിട്ടുള്ള തപ്പല് തുടങ്ങി. സച്ചി ഇതെല്ലാം കണ്ടു നിൽക്കുകയാണ്. രേവതിയുടെ മനസ്സിനും ഭയങ്കര സന്തോഷമൊക്കെ തോന്നുന്നുണ്ട്. പക്ഷെ രേവതിക്ക് ഇങ്ങനെയുള്ള ചടങ്ങുകളൊന്നും നടത്തിയിരുന്നില്ല. എല്ലാവരും ആകാംക്ഷപൂർവ്വം കാത്തിരിക്കുകയാണ് ആർക്ക് വേണ്ടാന്ന്. ഈ സമയം കുടത്തിൽ കൈയിട്ട് രണ്ടുപേരും അങ്ങോട്ടും പരസ്പരം നോക്കുന്നുണ്ട്, ശ്രുതിയും കൂടെ. അവസാനം ശ്രുതിയുടെ കയ്യിലേക്ക് ആ മോതിരം പതുക്കെ കിട്ടി. ശ്രുതി എന്ത് ചെയ്യുവാണ്? അത് ശ്രുതിക്ക് വിട്ടുകൊടുക്കുവാണ് ആ മോതിരം. അത് ചന്ദ്രമതിക്ക് മനസ്സിലായി. ആ ശ്രുതിയുടെ മോതിരം അല്ല, ശ്രുതിയുടെ മുഖം കണ്ടു കഴിഞ്ഞപ്പോൾ അവൾക്ക് മോതിരം കിട്ടി, അത് ശ്രുതിക്ക് വിട്ടുകൊടുത്തെന്നുള്ള കാര്യമൊക്കെ. പിന്നീട് ശ്രുതി കിട്ടിപ്പോയെന്ന് പറഞ്ഞാൽ മോതിരം പൊക്കിയെടുത്ത് കാണിക്കുകയാണ്. ഇത് കേട്ടപ്പോൾ ചന്ദ്രമതി ഓടി വന്ന് ശ്രുതിയെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, പിന്നെ നിനക്ക് കിട്ടി പോലും, എനിക്ക് മനസ്സിലായി. ഇതേ അവൾക്ക് കിട്ടിയ മോതിരവാ, പക്ഷെ നിനക്ക് വിട്ടു തന്നല്ലേ എന്ന് ചോദിക്കുക. ഇത് കേട്ടപ്പം ശ്രുതിയുടെ മുഖത്ത് ഒരു ചമ്മലൊക്കെ ഉണ്ടായി. പക്ഷെ ശ്രുതിയൊന്നും മിണ്ടിയില്ല. കണ്ടോ, ഇവളെ കണ്ടുപിടിക്കണം. ഇപ്പൊ തന്നെ കണ്ടില്ലേ, കല്യാണം കഴിഞ്ഞ് ആദ്യ ദിവസം വന്നപ്പോ തന്നെ ഭർത്താവിന് വേണ്ടിയിട്ട് ഭാര്യ വിട്ടുകൊടുത്തു. കണ്ടില്ലേ, ഇങ്ങനെ ആയിരിക്കണം ജീവിതം എല്ലാ കാര്യത്തിലും. ഇനി അങ്ങോട്ട് പോകുന്നതോളം ഭർത്താവിന് എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിലും അതൊക്കെ സഹിച്ച് ക്ഷമിച്ച് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കണം. എങ്കിൽ മാത്രം നല്ലൊരു കുടുംബജീവിതം നയിക്കാൻ പറ്റുള്ളൂ എന്ന് പറയാം. ഇത് കേട്ട് കഴിഞ്ഞപ്പം സച്ചിക്ക് ചിരി വന്നു. സച്ചി പതൊക്കെ ചിരിക്കുവാണ്. കലാവതി മുത്തശ്ശി, നീ എന്താടാ ചിരിക്കണേ? ഒന്നുമില്ല, വെറുതെ ചിരിച്ചാന്ന് പറയാണ്. പിന്നീട് ചന്ദ്രമതി പറഞ്ഞു, അത് മാത്രമല്ല മറ്റൊരു കാര്യം കൂടെ. കയറി വരുന്ന പെൺകുട്ടികളുടെ അവരുടെ ഐശ്വര്യം പോലെ ഇരിക്കും പിന്നീട് ഭർത്താക്കന്മാരുടെ ഉയർച്ച. ഇപ്പൊ ശ്രുതിയുടെ ആ ഐശ്വര്യം പോലെ ഇരിക്കും ഇനിയിപ്പോ ശ്രുതിയുടെ മുന്നോട്ടുള്ള നല്ല ജീവിതം എന്ന് പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോ സച്ചി പെട്ടെന്ന് ചോദിച്ചു, അല്ലച്ചാ അമ്മയ്ക്ക് ഐശ്വര്യം ഇല്ലേന്ന് ചോദിക്കാം. അതെന്താടാ അങ്ങനെ പറഞ്ഞേ? അല്ല, അമ്മയ്ക്ക് ഐശ്വര്യം ഇല്ലാത്തതുകൊണ്ടാണ് ഇനിയിപ്പോ അച്ഛന് ഉയർച്ച ഉണ്ടാവാത്തെ. അമ്മ വലതുകാല് വെച്ചതിന് പകരം ഇടതുകാല് വെച്ചാണ് വീട്ടിലേക്ക് കയറിയെന്ന് ചോദിക്കുക. അച്ഛനും ഉയർച്ചയൊന്നും ഉണ്ടായി കണ്ടില്ല, ഇപ്പം മനസ്സിലായില്ലേ എന്ന് ചോദിക്കുവാണ്. ഇത് കേട്ടപ്പോ രവീന്ദ്രൻ പറഞ്ഞു, ഒന്നും മിണ്ടായിരിയടാ സച്ചി എന്ന് പറയാണ്. ചന്ദ്രമതിയുടെ മുഖം അങ്ങോട്ട് മാറി. ചന്ദ്രമതി അത്രയ്ക്കും പ്രതീക്ഷിച്ചില്ല തനിക്കിട്ട് തിരിച്ച് സച്ചി ഗോൾ അടിക്കും എന്നുള്ള കാര്യം. രേവതി പതുക്കെ ചിരിക്കുവാണ്. പിന്നീട് അങ്ങനെ ആ ചടങ്ങുകൾക്കൊക്കെ ശേഷം ശ്രുതിയോട് പറഞ്ഞു, മോള് വാന്നും പറഞ്ഞുകൊണ്ട് നേരെ ചന്ദ്രമതി ശ്രുതിയെ വിളിച്ചോണ്ട് അകത്തേക്ക് അങ്ങോട്ട് കയറി പോവാണ്. അങ്ങനെ അകത്ത് കയറി ചെന്നപ്പോ ശ്രുതി പറഞ്ഞു, അല്ല അതെന്താ സച്ചി അങ്ങനെയൊക്കെ പറയണേന്ന് ചോദിക്കുകയാണ്. മോൾ അതൊന്നും കാര്യാക്കണ്ട, അവന്റെ സ്വഭാവം മോൾക്ക് അറിയത്തില്ലാഞ്ഞിട്ടാ. അവനെ പഠിപ്പും വിദ്യാഭ്യാസവും ഇല്ല മോളെ. അപ്പൊ അതിൻ്റെതായ സംസാരം അവളുടെ നാവിൽ നിന്നുണ്ടാവുള്ളൂ. അതേ നമുക്ക് സംസാരിക്കാൻ പോലും കൊള്ളത്തില്ല. അതുപോലെ തന്നെ അവന്റെ ഭാര്യയെ ഒട്ടും മോശമല്ല, രണ്ടും കട്ടക്കേട്ടം നിൽക്കും. അധികം സംസാരിക്കാനോ ഒന്നും മിണ്ടാനൊന്നും പോണ്ട. അവരോട് ചേരുന്ന ബന്ധമല്ല നമ്മുടേത്. പിന്നെ എന്ത് ചെയ്യാനാ, ഇവിടുത്തെ അച്ഛൻ്റെ ഒരു ഇത് അന്ന് അങ്ങനെയൊക്കെ സംഭവിച്ചു പോയി. ഇനിയിപ്പൊ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറയാം. ശരിയെന്നും പറഞ്ഞുകൊണ്ട് ശ്രുതി, എന്നാൽ ശരി ഞാൻ ഡ്രസ്സ് മാറട്ടേമെന്നും പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് പോവാണ്. പിന്നീട് കാണിക്കുന്ന വർഷം നേരെ
റെസ്റ്റോറൻറ്റിലേക്ക് വരുവാണ്. ആ സമയത്ത് ശ്രീകാന്ത് ഒരു പുതിയ ഡിഷൊക്കെ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ വർഷം വന്നപ്പോഴത്തേനും വാ ഇരിക്കാനൊക്കെ പറഞ്ഞ് വർഷേനെ അവിടെ ഇരുത്തുവാണ്. പിന്നീട് താൻ ഉണ്ടാക്കുന്ന പുതിയ റെസിപ്പിയൊക്കെ അങ്ങോട്ട് ചെല്ലുവാണ്. ആഹാ ഇത് കൊള്ളാലോ, കാണാൻ നല്ല ഭംഗിയുണ്ടല്ലോ എന്ന് പറയണം. വെറൈറ്റി ആണല്ലോ എന്ന് പറയാം. അത് ഞാൻ പുതിയതായിട്ട് ഉണ്ടാക്കിയ പുതിയ ടൈപ്പ് ഒരു കേക്കാന്ന് പറയണം. കൊള്ളാലോ, ഇത് 2 ഡിസൈനിങ്. അതെ 2 ഡിസൈൻ തന്നെയാ. ഇതിന് 2 ടേസ്റ്റാന്ന് പറയണം. 2 ടേസ്റ്റാ? അതെ, ഒരിടത്ത് സ്വീറ്റ് ഒരിടത്ത് സ്പൈസിയാന്ന് പറയണം. ആഹാ അത് കൊള്ളാലോ, അത് പുതിയ പരീക്ഷണമാണോന്ന് ചോദിക്കും. പുതിയ പരീക്ഷണം തന്നെയാ. ഞാനത് കുറെ നോക്കിയിട്ട് എനിക്ക് ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്യാൻ പറ്റിയെന്ന് പറയാം. കൊള്ളാം, സൂപ്പർ ആയിട്ടുണ്ട്, ഞാൻ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ എന്ന് പറഞ്ഞ് കുറച്ചെടുത്ത് വർഷം ടേസ്റ്റ് ചെയ്ത് നോക്കണം. കൊള്ളാട്ടോ, ആ ചോക്ലേറ്റിന്റെ ഫ്ലേവർ അങ്ങ് ചെന്ന് നമ്മുടെ നാവിൽ അലിഞ്ഞു ചേരുമ്പോൾ തന്നെ ആ സ്പൈസിയും കൂടെ അങ്ങ് വരും. സൂപ്പർ, ഞാൻ ഇതിനു മുമ്പ് ഇങ്ങനത്തെ ഒരു ടേസ്റ്റുള്ള കേക്ക് കഴിച്ചിട്ടേ ഇല്ലെന്ന് പറയാം. പിന്നീട് ചോദിച്ചു, അല്ല ഇതെവിടെ നെറ്റിനൊക്കെ നോക്കി സെർച്ച് ചെയ്ത് ഉണ്ടാക്കിയതാണെന്ന് ചോദിക്കും. ഇത് കേട്ട് ശ്രീകാന്തിന്റെ മുഖം അങ്ങോട്ട് മാറി. നെറ്റ് നോക്കി സെർച്ച് ചെയ്യണം? അങ്ങനെ സെർച്ച് ചെയ്ത് ഉണ്ടാക്കുന്നവനല്ല ഈ ശ്രീകാന്ത്, അറിയാലോ. ഞാൻ എൻ്റെ സ്വന്തം കഠിനാധ്വാനം കൊണ്ട് ഞാൻ കണ്ടെത്തിയൊരു ഡിഷാ. അല്ല അതിനിപ്പോ പേരിട്ടോന്ന് ചോദിക്കുക. പേരിട്ടോന്ന് ചോദിച്ചാൽ പുതിയതായിട്ട് പേരൊന്നും ഇട്ടിട്ടില്ല, പക്ഷെ ഉടനെ ഞാനൊരു പേരിടുമെന്ന് പറയാം. അതെന്താ അങ്ങനെ പറഞ്ഞേ? പേരിടണം. ഇപ്പോ മിക്കവാറും ഞാൻ ഈ സീറ്റ്സ് ഇന്നൊന്നും ഞാൻ പുറത്തിറക്കില്ല. ഇത് ഇറക്കാൻ പോകുന്ന ദിവസം എന്നറിയോ? വാലന്റൈൻസ് ഡേക്ക് അന്നായിരിക്കും ഒത്തിരി കപ്പിൾസ് ഒക്കെ വരുമല്ലോ ഇവിടെ. പിന്നെ അത് മാത്രമല്ല കാമുകന്മാരൊക്കെ വരും. ഇത് അവർക്ക് മാത്രം പ്രത്യേകിച്ചുള്ള സ്പെഷ്യൽ ആയിട്ടുള്ള ഡിഷാന്ന് പറയാം. അത് കൊള്ളാലോ, അതെന്താ അങ്ങനെ പറഞ്ഞ അവർക്ക് വേണ്ടി സ്പെഷ്യൽ ആയിട്ടുള്ള? അല്ല, നമ്മൾ ഈ പ്രണയിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തെ ഒരിപ്പോ സ്ത്രീ ആണെങ്കിലും പുരുഷനാണെങ്കിലും അവരുടെ നല്ല വശങ്ങൾ മാത്രമേ കാണത്തുള്ളൂ. ഇപ്പൊ പുരുഷനാണല്ലോ സ്ത്രീയുടെ, ഒരു പെണ്ണാണെങ്കിലും ചെറുക്കൻ്റെ നല്ല വശങ്ങൾ മാത്രം, നെഗറ്റീവ് ഒന്നും കാണത്തില്ല, പോസിറ്റീവ് വശങ്ങൾ മാത്രമേ കാണത്തുള്ളൂ. ഇപ്പം 10 മണിക്ക് എത്താൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ 9 മണിക്ക് എത്തിയിട്ട് അവൻ കാത്തു നിൽക്കുക അവൾക്ക് വേണ്ടിയിട്ട്. തിരിച്ച് അവളും അങ്ങനെയൊക്കെ തന്നെയാ. പക്ഷെ കല്യാണം കഴിഞ്ഞാലോ പിന്നെയാണ് ആ പോസിറ്റീവ് വശങ്ങളൊന്നും കാണത്തില്ല, ഫുൾ നെഗറ്റീവ് ആയിരിക്കും കാണുന്നത്. അതാണ് ഈ പ്രണയ വിവാഹത്തിന്റെ ഒരു കുഴപ്പമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. പിന്നെ ഭയങ്കര അടിയായിരിക്കും. 10 മണിക്ക് ഇറങ്ങാൻ പറഞ്ഞാൽ 12 മണിക്ക് ഇറങ്ങത്തുള്ളൂ. അങ്ങനെ മൊത്തം അലമ്പായിരിക്കും എന്ന് പറയാം. അല്ല അത് ഇതുമായിട്ട് ബന്ധം എന്താ? ഞാൻ പറഞ്ഞല്ലോ ഈ കേക്കിന് 2 വശം ഉണ്ടെന്ന്, ഒന്ന് സ്പൈസിയും ഒന്ന് സ്വീറ്റ്സും. അപ്പൊ അതാ പറഞ്ഞേ, അതുപോലെ തന്നെയാണ്. അപ്പൊ അവരെ ഉപമിക്കാനായിട്ട്, അപ്പൊ അവർക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയെന്ന്. ജീവിതം പോലെ തന്നെ ഇതും. അപ്പൊ അതിന് വേണ്ടിയിട്ട്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ വാലന്റൈൻസ് ഡേക്ക് പ്രത്യേകമായിട്ട് ഞാൻ എല്ലാവർക്കും കൊടുക്കുന്ന ഒരു ഡിഷായിരിക്കും. അന്ന് മാത്രമേ ഞാനിത് പുറത്ത് പബ്ലിഷ് ചെയ്യുള്ളൂന്നുള്ളത്. ഓ ഇപ്പം മനസ്സിലായി, ഇപ്പൊ കാര്യങ്ങളൊക്കെ പിടികിട്ടിയെന്ന് പറയാം. ഒന്നെങ്കിൽ ഞാനും അന്ന് വരുമെന്ന് പറയാം. എനിക്ക് വേണ്ടി ഒരു ടേബിൾ ഞാൻ ഇപ്പോഴേ ബുക്ക് ചെയ്തേക്കെന്ന് പറയാം. അതെന്തിനാ അന്ന് വരുന്നേ? ഓഹോ, അപ്പൊ കാമുകനുണ്ടല്ലേ എന്ന് ചോദിക്കാം. കാമുകനോ? ഇതുവരെ കാമുകനൊന്നും ഇല്ല, ചിലപ്പോ അപ്പോഴത്തേക്കും ആകുമെന്ന് പറയണ. അപ്പോഴത്തേനും ആകും? അതെന്താ അങ്ങനെ പറഞ്ഞേ? അതൊന്നും പറയാൻ പറ്റില്ല, മനുഷ്യന്റെ കാര്യമല്ലേ. അന്ന് മിക്കവാറും ആയാലോ. ഓ അപ്പൊ എനിക്കൊന്ന് ലീവ് എടുക്കാൻ പറ്റത്തില്ല, ഞാനിവിടെ തന്നെ കാണണമല്ലേ എന്ന് പറയാം. ലീവ് എടുത്താൽ എങ്ങനെയാ ശരിയാന്നേ? ലീവ് എടുത്താൽ പിന്നെ എനിക്ക് ഇവിടെ വന്ന് ഇരിക്കാൻ പറ്റില്ലല്ലോ എന്ന് വർഷം പറയാ. അപ്പൊ ശ്രീകാന്ത് പെട്ടെന്ന് ചോദിച്ചു, അതെന്താ അങ്ങനെ പറഞ്ഞേ? അതൊന്നും ഇല്ല, അതൊക്കെ അപ്പം മനസ്സിലായിക്കോളൂന്ന് പറയാ. പിന്നീട് ഡ്രസ്സൊക്കെ മാറി സുധി ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് സുധി അങ്ങോട്ട് വരുന്നത്. സുധി പെട്ടെന്ന് പുറകിന്ന് വന്ന് പെട്ടെന്ന് അങ്ങോട്ട് കെട്ടിപ്പിടിക്കുകയാണ് സുധീനെ. സുധി പെട്ടെന്ന് അങ്ങ് ഞെട്ടിത്തിരിച്ചു. എന്താന്ന് ചോദിക്കണം. ഇതെന്താ ഞെട്ടിപ്പോയത്? അല്ല പിന്നെ പെട്ടെന്ന് വന്ന് പുറകിന്ന് കെട്ടിപ്പിടിച്ചിട്ടുണ്ടെങ്കിൽ, അതെ ഇത് പകൽ സമയം, അതെ ഞാൻ അങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങി പോകാന്നുണ്ട്. അതെങ്ങനെ ശരി, ഇവിടെ നിൽക്കാൻ പറയണം. ഇതിനകത്ത് കയറി കഥ അടിച്ചിരുന്ന എല്ലാവരും എന്ത് വിചാരിക്കും? അതിനിപ്പോ എന്താ, നമ്മൾ ഭാര്യ ഭർത്താക്കന്മാരല്ലേ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. വിവാഹം കഴിച്ച് കൊണ്ടുവന്നാലേ ഉള്ളൂ. ഈ സമയത്ത് ഇവിടെ കയറുന്ന അവരൊക്കെ തെറ്റായിരിക്കും. ഒരു കുഴപ്പമില്ല, അങ്ങനെ ഇപ്പൊ പോകണ്ടെന്ന് പറയണ. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യും, നീ എനിക്കൊരു ഉമ്മ വന്നിട്ട് വെക്കോ? ഉമ്മ തരാനാ? അയ്യടാ, ഈ കവളത്തോരെ ഉമ്മ വന്നിട്ട് പോ സുധി എന്ന് പറയണം. പിന്നെ ഇപ്പൊ തരാന്ന് പറയണം. അവൻ കണ്ണടച്ചിരിക്കുമ്പോ ആ കവളത്ത് പതുക്കെ അടി കൊടുത്തിട്ട് സുധി അങ്ങോട്ട് എഴുന്നേറ്റ് ഓടി പോവാണ്. ആ പുറകെ സുധിയും കൂടെ അങ്ങ് ഓടിച്ചെല്ലുക. ഈ സമയം അങ്ങോട്ട് ചന്ദ്രമതി വരുന്നേ. ചന്ദ്രമതി എന്താ മോളെ, എന്താ? ഒന്നുമില്ല അമ്മയെന്ന് പറയണ. പിന്നീട് ചന്ദ്രമതി കുറച്ച് ആപ്പിളൊക്കെ എടുത്തോണ്ട് വരിക. മോൾക്ക് ഞാൻ ആപ്പിൾ കട്ട് ചെയ്ത് തരാം, മോൾ ഇവിടെ ഇരിക്കുക, ഇത് കഴിക്കാൻ പറയണം. ഈ സമയം സുധി അങ്ങോട്ട് കയറി പോവുകയും ചെയ്തു. അങ്ങനെ ശ്രുതിക്ക് വേണ്ടി ആപ്പിളൊക്കെ കട്ട് ചെയ്ത് കൊടുത്തോണ്ടിരിക്കുക. ഈ സമയത്താണ് സച്ചി എന്ത് ചെയ്യുവാണ്, സച്ചി പോകാനായിട്ട് അങ്ങോട്ട് വരുന്നത്. അതെ രേവതി, ഞാൻ ഇറങ്ങിയേക്കോട്ടോ, ഞാൻ എന്നെ പുറത്തുനിന്ന് ഫുഡ് കഴിച്ചാണ്, നീ ഇങ്ങോട്ട് കഴിക്കാൻ വിളിച്ചുകൊണ്ട് മാത്രം വന്നേ, അതുകൊണ്ട് അത്ര സമയം പോയി. ശരി എന്നും പറഞ്ഞുകൊണ്ട് രേവതി യാത്ര പറയാനായിട്ട് അങ്ങനെ നിൽക്കുമ്പോഴാണ് രേവതിക്ക് മാല കോർക്കാനായിട്ടുള്ള പൂവായിട്ട് ചേച്ചിമാര് വന്നേ. അപ്പൊ അവരെ കണ്ടതും സച്ചി ചോദിച്ചു, ആഹാ കൊള്ളാലോ. പിന്നെ ഒരു പുള്ളിക്കാരത്തിൽ ചോദിച്ചു, എങ്ങനെയുണ്ട് അനിയത്തി? നഴ്സിംഗ് പഠനമൊക്കെ കഴിഞ്ഞെന്ന് ചോദിക്കും. പഠനമൊക്കെ കഴിഞ്ഞ് അവള് ജോലിക്ക് കയറിയെന്ന് പറയാണ്. അവരെ കുറിച്ചുള്ള വിശേഷങ്ങളൊക്കെ ചോദിക്കുവാണ്. പക്ഷെങ്കിൽ ഇതൊന്നും ചന്ദ്രമതിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. എന്നാ ഞാൻ ശരി പോവാന്ന് പറഞ്ഞ് അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേനും അവളൊരാള് രവതി പറഞ്ഞു, നിന്റെ ഭർത്താവ് സൂപ്പറായിട്ടോ, നല്ല സ്നേഹമുള്ളാന്ന് തോന്നേ, ഞങ്ങൾ ഇങ്ങനെയൊന്നും വിചാരിച്ചു പോലില്ല. ആദ്യം കണ്ടപ്പോൾ ഞങ്ങൾ കുറച്ചൊരു മുരടനായിരിക്കുമെന്ന്, പക്ഷെ അങ്ങനെയൊന്നുമില്ല, നിന്നോട് നല്ല സ്നേഹമല്ലേ രവതി എന്ന് ചോദിക്കുക.
അതെ, അതിരിക്കും, ഞാൻ കോഫി എടുക്കാന്ന് പറയണേ. അതൊന്നും വേണ്ട, ഇച്ചിരി വെള്ളം തന്നാൽ മതി എന്ന് പറയണ. ശരി, ഞാൻ പോയി വെള്ളം എടുക്കാന്ന് പറഞ്ഞോണ്ട് അങ്ങോട്ട് പോവാണ്. ഈ സമയത്ത് ശ്രുതിക്കൊന്നും മനസ്സിലായില്ല. അല്ല, ആരമ്മ ഇതൊക്കെയെന്ന് ചോദിക്കണം. അതോ, അതിവിടുത്തെ ഭയങ്കര ബിസിനസ്സുകാരാന്ന്. ബിസിനസ്സുകാരോ? അല്ല പിന്നെ ഇന്റർനാഷണൽ പൂക്കച്ചവടം നടത്തുന്ന ആൾക്കാരാന്ന് പറയണേ. ഈ സമയത്ത് രേവതി അവർക്കുള്ള വെള്ളമായിട്ട് അങ്ങോട്ട് വരുന്നേ. കണ്ടില്ലേ, അവര് പൂവായിട്ട് വരുന്നേ. ഒരു ദിവസം കോടികളുടെ ബിസിനസ് നടത്താനായിട്ട് വന്നേക്കുന്നവര്. ശ്രുതിക്ക് വല്ലാതെ ഇപ്പൊ ശ്രുതി പറഞ്ഞ അമ്മ അവര് ശ്രദ്ധിക്കുന്നുണ്ട്. അവര് കേട്ടാ എനിക്കിപ്പോ എന്താ കുഴപ്പം? ഉള്ള കാര്യമല്ല ഞാൻ പറയണേ. പിന്നീട് രേവതിയോട് പറഞ്ഞു, ഇവളല്ല ഇത് ചെയ്തു കൊടുക്കുന്നേ, ആ ബിസിനസ് എല്ലാം ചെയ്തു കൊടുക്കുന്നേ. ഇവളുടെ അമ്മയ്ക്കുള്ള ഒരു കടയുണ്ടല്ലോ ആ അമ്പലത്തിന്റെ ഫ്രണ്ടില്, വലിയൊരു സൂപ്പർ മാർക്കറ്റ്. അപ്പൊ അതിലേക്കുള്ള പൂക്കളൊക്കെ ആയിട്ട് വന്നതാന്ന് പറയാണ്. ഈ സമയം രേവതിക്ക് സങ്കടം വന്നു. രേവതി ഒന്നും വല്ലാതെ ഇങ്ങനെ നോക്കി. എല്ലാവരുടെ മുന്നിൽ വെച്ചാണ് തന്നെ അപമാനിക്കുന്നത്. അതോ ശ്രുതി വിവാഹം കഴിച്ച് വന്ന ആ ദിവസമാണ്, അപ്പോഴാണ് ഇങ്ങനെ ഒരു സംഭവമൊക്കെ നടക്കുന്നത്. രേവതി ഒന്നും വേണ്ടിയില്ല, ദയനീയമായിട്ട് ചന്ദ്രമതിനെ ഒന്ന് നോക്കും മാത്രം ചെയ്തു. അന്ന് ശരി രേവതി, ഞങ്ങൾ അങ്ങോട്ട് പൊക്കോളാന്ന് പറയണം. അങ്ങനെ രേവതി അങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേനും രേവതി വെച്ചു, അതാണോ പുതിയ മരുമോളെന്ന് നിൽക്കും. അതേന്ന് പറയാ. മനസ്സിലായി. ഒരു പക്ഷെ ആ നോട്ടം ഭാവം കണ്ടപ്പോൾ തന്നെ ഞങ്ങൾക്ക് മനസ്സിലായിരുന്നു. അമ്മായിമ്മ അവളെ തലയെ കയറ്റി വെച്ചേക്കുവാണല്ലോ, നീ അതൊന്നും മൈൻഡ് ചെയ്യണ്ട കേട്ടോ എന്ന് രേവതിയോട് പറയാം. രേവതി എനിക്കതൊന്നും കുഴപ്പമില്ല ചേച്ചി എന്ന് പറയണേ. പിന്നീട് അവരങ്ങോട്ട് പോയിട്ട് രേവതി അങ്ങോട്ട് കയറി വന്നു. അവൾക്ക് യാതൊരു നാണമില്ല, കണ്ടില്ലേ കയറി വന്നിരിക്കുന്നേ. പണ്ടേ ഞാൻ പറഞ്ഞു ഇതുപോലത്തെ പരിപാടി ഇവിടെ നിന്ന് പിടിച്ചേക്കരുതെന്ന്. പിന്നീട് രേവതിയുടെ എന്നിട്ട് പറഞ്ഞു, അല്ല നീ എന്ത് ചെയ്യാൻ പോവാ? അല്ലമ്മ എനിക്ക് ആ മാല കോർക്കണം, വൈകുന്നേരം കൊടുക്കണ്ട, 3 മണിക്ക് മുമ്പ് കൊടുക്കണ്ടെന്നുണ്ട് കടയിൽ. ഓഹോ, അങ്ങനെയാണോ? ഇപ്പൊ കടയിൽ അത് കൊടുത്തിട്ട് വേണമായിരിക്കും നാളത്തെ പൂ മേടിക്കാനുള്ള പൈസ ഉണ്ടാക്കാനായിട്ട്. നീ ഒരു കാര്യം ചെയ്യുക, അത് മൊത്തം കോർക്കണ്ട, കുറച്ച് പൂ മാറ്റി വെച്ചാലേ, ഇനി ഇവരുടെ ഫസ്റ്റ് നൈറ്റ് അല്ലേ, മുറിയൊക്കെ അലങ്കരിക്കണമെന്ന് പറയാം. അമ്മ അത് ശരിയാവത്തില്ല. എന്താ അങ്ങനെ? അത് കസ്റ്റമേഴ്സിന് നേരത്തെ പറഞ്ഞു വെച്ചിരിക്കുന്ന മാല കെട്ടി കൊടുക്കാനായിട്ട്, അല്ലെങ്കിൽ കച്ചവടം ശരിയാകത്തില്ലെന്ന് പറയാം. നേരത്തെ ഓർഡർ ഉള്ള റെഗുലറായിട്ട് മേടിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരോ? ഓഹോ, ഇപ്പൊ നിന്റെ ബിസിനസ് അങ്ങ് ഡള്ളായി പോവായിരിക്കും അല്ലേ? കുറച്ച് പൂ അങ്ങോട്ട് മാറ്റിയിട്ടുണ്ടെങ്കിൽ മര്യാദയ്ക്ക് ഞാൻ അങ്ങോട്ട് പറയുന്ന കേട്ടാ മതി. പറഞ്ഞു കേട്ടല്ലോ എന്ന് പറയണം. രേവതി പറഞ്ഞു, അമ്മേ അത് നീ കൂടുതലൊന്നും പറയണ്ട. ഓ, ഇനിയിപ്പോ നിനക്ക് പൈസ വേണമായിരിക്കും, പൈസ തന്നേക്കാം, 5 or 10 വേണം, കൂടുതൽ തന്നേക്കാം, എന്നാലും കുഴപ്പമില്ല. അവനുള്ള പൂവും അവന് ഇവളുടെ മണിയറ ഒരുക്കാനുള്ള പൂവ് അങ്ങോട്ട് മാറ്റി വെച്ചേരെ. അത് മാത്രമല്ല ഒരുക്കുകയും ചെയ്യണമെന്ന് പറയാം. രേവതിക്ക് വല്ലാത്ത സങ്കടമായി. ഈ സമയം കലാവതി മുത്തശ്ശി അങ്ങോട്ട് വരുന്നേ. കലാവതി മുത്തശ്ശി വന്നിട്ട് ചോദിച്ചു, എന്താ അവിടെ ഒച്ചപ്പാടം പോലെ? നീ എന്തിനാ ചന്ദ്ര അവളോട് ദേഷ്യപ്പെടുന്നതെന്ന് ചോദിക്കാം. അല്ലമ്മേ, ഇന്ന് ശ്രുതിയുടെ ആദ്യരാത്രിയല്ലേ, ശാന്തി മുഹൂർത്തം അല്ലേ, അപ്പൊ അതിനുവേണ്ടി അവളോട് ഞാൻ കുറച്ച് പൂവ് എടുത്ത് മാറ്റി അവിടെ ഒരുക്കുന്ന കാര്യമൊക്കെ പറഞ്ഞുതരാം. അല്ല, അതിനുള്ള മുഹൂർത്തം കുറിപ്പിച്ചോന്ന് ചോദിക്കും. മുഹൂർത്തം കുറിപ്പിച്ചു, 9നും 10നും അടിക്കാം. ഓഹോ, അപ്പൊ അതൊക്കെ നടത്തിയല്ലേന്ന് ചോദിക്കുക. എന്നാ ഒരു കാര്യം ചെയ്യുക, അങ്ങനെ നല്ലൊരു മുഹൂർത്തം ഉണ്ടെങ്കിൽ ഇന്ന് സച്ചിയുടെ രേവതിയും കൂടെ ശാന്തി മുഹൂർത്തം നടക്കട്ടെ, അവരുടെ മുറിയും കൂടെ അലങ്കരിക്കാൻ പറയാണ്. ഇത് കേട്ടൻ ചന്ദ്രമതി പറഞ്ഞു, അമ്മ എന്താ പറയണേ? അതൊന്നും നടക്കത്തില്ല. അതെന്താ നടന്നാല്? അവരുടെ കല്യാണം കഴിച്ചിട്ട് 4 മാസമായി. ശ്രുതിയുടെ വിവാഹം ഇന്നല്ലേ കഴിഞ്ഞത്, പിന്നെ എന്താ കുഴപ്പം? അല്ലമ്മേ, 2 ശാന്തി മുഹൂർത്തം കൂടെ ഒരു ദിവസം നടത്തിയാൽ ശരിയാവത്തില്ല, അതും ഒരു വീട്ടില്. ആഹോ, എന്നാ ഒരു കാര്യം ചെയ്യ്, ശ്രുതിയുടെ ശാന്തി മുഹൂർത്തം അങ്ങ് മാറ്റിവെക്ക്. അമ്മ എന്താ അമ്മേ പറയണേ? കലാവതി മുത്തശ്ശി, ഞാൻ ഇങ്ങോട്ട് വന്ന എന്തിനാണെന്നറിയാവോ? നിന്റെ മൂത്ത മോന്റെ കല്യാണം നടത്താനും അത് മാത്രമല്ല ഇവരുടെ ശാന്തി മുഹൂർത്തം നടത്താനും വേണ്ടിയാ സച്ചിയുടെ രേവതിയുടെ കല്യാണം നടന്നു. ഇനിയിപ്പം ബാക്കിയുള്ളവരുടെ ശാന്തി മുഹൂർത്തം ആ നടത്തിയിട്ടേ ഞാൻ പോകുന്നുള്ളൂ. അതുകൊണ്ട് ഇന്ന് പറ്റിയ സമയമാണെങ്കിൽ ഇന്ന് തന്നെ ആ മുഹൂർത്തം കുറിച്ച് അവരുടെ മണിയറയും കൂടെ ഒന്ന് ഒരുക്കാൻ പറയാം. ചന്ദ്രമതി പറഞ്ഞേ അതൊന്നും നടക്കില്ല എന്ന് പറയണം. കുറെ സമയം കേട്ടോണ്ട് നമ്മൾ കലാവതി മുത്തശ്ശിക്കാണ്ട് ദേഷ്യം വന്നു. നടക്കില്ലെന്നോ? അത് പറയാൻ നീ ആരാ? കുറെ സമയം നീ തുടങ്ങിയിട്ട് ഞാനങ്ങ് കേട്ടുകൊണ്ടിരിക്കുന്നേ. കേൾക്കുന്നൊരു അറുതിയുണ്ട്. അവിടെ ക്ഷേത്രത്തിൽ വെച്ച് നിനക്കിട്ട് ഞാൻ ഓങ്ങി വെച്ചിരിക്കുന്ന നീ ലക്ഷ്മിയോട് എന്തൊക്കെയാ പറഞ്ഞേ? അപ്പൊ തന്നെ നിന്നോട് ഞാൻ പറഞ്ഞ വേണ്ടാത്ത വർത്താനം നിന്റെ നാവി വരലെന്നുള്ള കാര്യം പറഞ്ഞു കേട്ടല്ലോ. നീ ഇവിടെ ആജ്ഞാപിക്കാൻ ആരാ? ഇവിടുത്തെ മഹാറാണിയോ? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, മേലാല് ഇമ്മാതിരി വർത്താനമായിട്ട് എൻ്റെ അടുത്തേക്ക് വന്നേക്കല്. വന്നിട്ടുണ്ടെ കർണം അടിച്ചാൻ പോയിക്കും. മരുമോളാന്ന് നോക്കില്ല. പിന്നെ തല്ലണ്ടോ അങ്ങനെയൊക്കെ വിചാരിച്ചോണ്ടോ ഇത്രയും കാലവും ചെയ്യാതിരുന്നേ. പക്ഷെ തലയെ കയറി നിരങ്ങാൻ വന്നുണ്ടല്ലോ, നീ എന്നോട് ആജ്ഞാപിക്കാൻ മാത്രമൊന്നും ആയിട്ടില്ല. പറയുന്ന അങ്ങോട്ട് അനുസരിക്കാൻ മാത്രം ചെയ്താൽ മതി. അതിൻ്റെ അപ്പുറത്തേക്ക് വേറൊന്നുമില്ല. അവള് വന്നിരിക്കുന്നു, അവള് വലിയ ആളായിട്ട്. കൂടുതൽ എന്നെ കൊണ്ടൊന്നും പറയിക്കരുത് എന്നും പറഞ്ഞുകൊണ്ട് കലാവതി മുത്തശ്ശി അങ്ങ് തിരിയുമ്പോഴത്തേനും രേവതി അച്ഛമ്മ ഇങ്ങോട്ടൊന്ന് വരാമെന്ന് ചോദിക്കുകയാണ്. അപ്പൊ കലാവതി മുത്തശ്ശി അങ്ങോട്ട് ചെല്ലുവാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളെ കാണാൻ പോകുന്നു. ഇനിയിപ്പൊ എന്ത് സംഭവിക്കുന്ന അറിയത്തില്ല. ശാന്തി മുഹൂർത്തം രണ്ടുപേരും ഒരുമിച്ച് നടക്കുവോ അതോ ഇനിയിപ്പം അതിനകത്ത് ചന്ദ്രമതി എന്തെങ്കിലും ഇടങ്കോലും ഇടുവെന്നൊക്കെ അറിയത്തില്ല. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. അപ്പൊ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.